Dear students, welcome to social science class. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഹിസ്റ്ററിയിലെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവിയൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമുക്കറിയാം, റോമ സാമ്രാജ്യം, ദ റോമൻ എംപയർ. ആ ഒരു സാമ്രാജ്യം അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആരാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഡയോക്ലേഷ്യ അല്ലേ. ഡയോക്ലേഷ്യ എംപറർ ആണ്, അതായത് ഒരു രാജാവാണ്. ഡയോക്ലേഷ്യ എന്ന് പറയുന്ന രാജാവാണ് എന്ത് ചെയ്യുന്നത്? റോമ സാമ്രാജ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഈസ്റ്റേൺ റോമൻ എംപയറും അതുപോലെ വെസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്ന രണ്ടായിട്ട് സാമ്രാജ്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. ഈസ്റ്റേൺ റോമൻ എംപയർ, അതിൻ്റെ ക്യാപിറ്റൽ എവിടെയാണെന്ന് നമുക്കറിയാം, കോൺസ്റ്റന്റിനോപ്പിൾ. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു, ഒരു റൂളറായിരുന്നു, ഒരു എംപറർ ആയിരുന്നു ആര്? ജസ്റ്റീനിയൻ. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി അദ്ദേഹത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് എന്താണ്? ദ കോഡിഫിക്കേഷൻ ഓഫ് ഓൾ ദ എക്സിസ്റ്റിംഗ് ലോസ് ഇൻ ദി റോമൻ എംപയർ. റോമ സാമ്രാജ്യത്തിലുള്ള എല്ലാ നിയമങ്ങളും ജസ്റ്റീനിയൻ എന്ത് ചെയ്തു? ഒന്ന് കോഡിഫിക്കേഷൻ ചെയ്തു ഇൻടു എ കോഡ് ഓഫ് ലോ. ഒരു പുതിയ നിയമ സംഹിത ആയിട്ട് അത് അവതരിപ്പിച്ചു. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാം അല്ലെ. കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്നാണ് ആ ഒരു കോഡ് ഓഫ് ലോക്ക് പറയാം. കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബുക്കാണെന്ന് വിചാരിച്ചാൽ നമുക്ക് 3 ചെറിയ ബുക്കുകളുണ്ട്. ഏതൊക്കെയാണ്? ദ കോഡ്, ദ ഡൈജസ്റ്റ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ദ കോഡ് എന്ന് പറയുന്ന ബുക്കിൽ എന്താണുള്ളത് നമുക്കറിയാം. എന്താണ്? അവിടെ ഉണ്ടായിരുന്ന പഴയ എക്സിസ്റ്റിംഗ് ലോ, റോമ സാമ്രാജ്യത്തിലുള്ള എക്സിസ്റ്റിംഗ് ലോസ് ഒക്കെ അടങ്ങുന്ന ഒരു ബുക്കാണ് ദ കോഡ്. ദ ഡൈജസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഉള്ള നിയമ വക്കീലന്മാരുടെയും അതുപോലെ നിയമ ഉപദേഷ്ടാക്കളുടെയും ഒക്കെ ചില കാര്യങ്ങളാണ് എന്തടങ്ങിയിട്ടുള്ളത്? ഡൈജസ്റ്റിൽ അടങ്ങിയിട്ടുള്ളത്. അവരുടെ ഉപദേശങ്ങളൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ലോ പഠിക്കാനുള്ള അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന് പറയുന്ന കോഡ് ഓഫ് ലോ, ജസ്റ്റീനിയന്റെ കോഡിഫിക്കേഷൻ ഓഫ് ദി ഓൾ ദ എക്സിസ്റ്റിംഗ് ലോ ഇൻ ദി റോമൻ എംപയർ. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇന്നൊരു പുതിയ സാമ്രാജ്യത്തെ ശക്തിയെക്കുറിച്ച്, മിഡീവിയൽ വേൾഡിലുള്ള ഒരു പുതിയ സാമ്രാജ്യത്തെ ശക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു. അതാണ് ഏത്? ഹോളി റോമൻ എംപയർ, വിശുദ്ധ റോമ സാമ്രാജ്യം. എന്താണ്? ഹോളി റോമൻ എംപയർ, വിശുദ്ധ റോമ സാമ്രാജ്യം. ഇതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹോളി റോമൻ എംപയർ, വിശുദ്ധ റോമ സാമ്രാജ്യം. ദ വെസ്റ്റേൺ റോമൻ എംപയർ, നമ്മൾ പറഞ്ഞു ഡയോക്ലേഷ്യ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെസ്റ്റേൺ റോമൻ എംപയറും മറ്റൊന്ന് ഈസ്റ്റേൺ റോമൻ എംപയറും. അതിലുള്ള വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് റോം. റോം ആയിരുന്നു എന്ത്? വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റലോ കോൺസ്റ്റന്റിനോപ്പിൾ ആയിരുന്നു. ഓക്കെ, ഈ വെസ്റ്റേൺ റോമൻ എംപയർ എന്ത് ആവുന്നു? അത് അവിടെ തോൽക്കുകയാണ്. അതായത് അതിന്റെ എൻഡ് ആവുകയാണ്, അവസാനിക്കുന്നു. വെസ്റ്റേൺ റോമൻ എന്ന് പറയുന്ന സാമ്രാജ്യം അവസാനിക്കുന്നത് എങ്ങനെ? ആ സാമ്രാജ്യം നഷ്ടമാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് വാസ് came to end due to the continuous invasions of the Germanic tribes. അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ഇത് ജർമാനിക് ട്രൈബ്സ് അല്ലെങ്കിൽ ഗോത്രവർഗക്കാർ. ജർമാനിക് ഗോത്രവർഗക്കാരുടെ നിരന്തരമായിട്ടുള്ള അറ്റാക്കുകൾ ആർക്കുണ്ടായിരുന്നു? വെസ്റ്റേൺ റോമൻ എംപയേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു സാമ്രാജ്യത്തിൽ ഈ ഒരു ഗോത്രവർഗക്കാരുടെ നിരന്തരമായിട്ടുള്ള അറ്റാക്കുകൾ, ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിന്റെ ഫലമായിട്ട് എന്ത് അവസാനിക്കുന്നു? വെസ്റ്റേൺ റോമൻ എംപയർ തകരുകയാണ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയർ എങ്ങനെ ആണ് തകർന്നത്? ഹൗ ഇറ്റ് വാസ് എൻഡഡ്? ദ വെസ്റ്റേൺ റോമൻ എംപയർ എൻഡഡ് ഡ്യൂ ടു ദ കണ്ടിന്യൂസ് ഇൻവാൻഷൻസ്. കണ്ടിന്യൂസ് ഇൻവാൻഷൻ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ മൂലം എന്താകുന്നു? ഇറ്റ് വാസ് എൻഡഡ് ബൈ ദി ജർമാനിക് ട്രൈബ്സ്. ജർമാനിക് ട്രൈബ്സ് ആണ് വെസ്റ്റേൺ റോമൻ എംപയറിനെ നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്തിരുന്നത്, നിരന്തരമായിട്ട് ആക്രമിച്ചിരുന്നത്. ഓക്കെ,
അങ്ങനെ ദ ടെറിറ്ററീസ് ഓഫ് ദി റോമൻ എംപയർ അല്ലെ, അങ്ങനെ റോമ സാമ്രാജ്യത്തിന്റെ ടെറിറ്ററീസ് അല്ലെ, അതിന്റെ സ്ഥലങ്ങളെല്ലാം പ്രദേശങ്ങളെല്ലാം ആര് കീഴടക്കി? were captured by the different nomadic tribes. വ്യത്യസ്തമായിട്ടുള്ള നാടോടി ഗോത്രവർഗങ്ങൾ നൊമാഡിക് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ നാടോടി ഗോത്രവർഗങ്ങൾ കൈക്കലാക്കി. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, വെസ്റ്റേൺ റോമൻ എംപയർ എങ്ങനെ അവസാനിച്ചു? ഇറ്റ് വാസ് എൻഡഡ് ദ കണ്ടിന്യൂസ് ഇൻവാൻഷൻ ഓഫ് ജർമാനിക് ട്രൈബ്സ്. ജർമാനിക് ട്രൈബ് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗം, അവരുടെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ മൂലം അവസാനിക്കുന്നു? വെസ്റ്റേൺ റോമൻ എംപയർ അവസാനിക്കുന്നു. അപ്പൊ അതിന്റെ കീഴിലുള്ള പ്രദേശങ്ങൾ അല്ലെ, റോമൻ എംപയറിന്റെ കീഴിലുള്ള പ്രദേശങ്ങളൊക്കെ ആര് കീഴടക്കുന്നു? ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈബ്സ്. അത് പറയുന്നത് നൊമാഡിക് ട്രൈബ്സ് ആണ്. നൊമാഡിക് ട്രൈബ്സ് എന്ന് പറഞ്ഞാല് ഈ നാടോടികളായിട്ടുള്ള ഗോത്രവർഗക്കാർ. അതായത് അവർ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കില്ല, അവരിങ്ങനെ പലായനം ചെയ്ത് ഒരു സ്ഥലത്ത് പോകും, അതിനെ ആക്രമിച്ച് കീഴടക്കും, മറ്റൊരു പ്രദേശത്ത് പോകും, അവിടെ ആക്രമിച്ച് കീഴടക്കും. അങ്ങനെ ആയിട്ടുള്ള നൊമാഡിക് ട്രൈബിന്റെ കീഴിലായി റോമ സാമ്രാജ്യത്തിന്റെ ആ ഒരുവിധ എല്ലാ ടെറിറ്ററികളും, ഒരുവിധ എല്ലാ പ്രദേശങ്ങളും ഇവരുടെ കയ്യിലായി. അങ്ങനെ ദ മോസ്റ്റ് പ്രോമിനന്റ് എമംഗ് വാസ് ദ ഫ്രാങ്ക്സ്. അപ്പോ നൊമാഡിക് ട്രൈബിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ഏത്? ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞത്. ഫ്രാങ്കുകൾ. എന്താണ്? ഫ്രാങ്കുകൾ. ഓക്കെ, ഫ്രാങ്ക്സ്. ആ ഫ്രാങ്ക്സ്, ദ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഫ്രാങ്ക്സ് വാസ് ദ ഫ്രാങ്കിഷ് എംപയർ. ഈ ഫ്രാങ്ക്സ്, അതായത് ഫ്രാങ്ക്സ് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാമ്രാജ്യമാണ്. ദ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫ്രാങ്ക്സ് വാസ് ദി ഫ്രാങ്കിഷ് എംപയർ. അവരുണ്ടാക്കിയിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് ഏത്? ഫ്രാങ്കിഷ് എംപയർ എന്ന് പറയുന്നത്. ഏതാണ്? ഫ്രാങ്കിഷ് എംപയർ. അപ്പൊ മറന്നുപോയത്, ഫ്രാങ്കിഷ് എംപയർ ആരാണ് എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയത്, അല്ലെങ്കിൽ ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഫ്രാങ്ക്സ് ആണ് അല്ലെ. ഫ്രാങ്ക്സ് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രാങ്കിഷ് എംപയർ പറഞ്ഞു. ഇനി ദ ഫേമസ് എംപറർ വാസ് ദ ഷാലമീൻ ഓഫ് ദ കരോളിഞ്ചിയൻ ഡൈനാസ്റ്റി. അപ്പൊ ഫ്രാങ്കിഷ് എംപയറിലുള്ള, ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള, ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു, ഒരു റൂളർ ആയിരുന്നു ആര്? ഷാലമീൻ. ആരാണ്? ഷാലമീൻ. ഓക്കെ, ഇത് പ്രൊനൗൺസ് ചെയ്യുക ഷാലമീൻ ആണ്. എന്താണ്? ഷാലമീൻ. ഈ ഷാലമീൻ ആയിരുന്നു ഫ്രാങ്കിഷ് എംപയറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എംപറർ. ഓക്കെ, അദ്ദേഹത്തിന്റെ, ഷാലമീന്റെ രാജവംശം ഏതാണ്? ഏത് ഡൈനാസ്റ്റിയാണ്? കരോളിഞ്ചിയൻ ഡൈനാസ്റ്റിയാണ്. ഏതാണ്? കരോളിഞ്ചിയൻ ഡൈനാസ്റ്റിയാണ്. ഏതാണ്? കരോളിഞ്ചിയൻ ഡൈനാസ്റ്റി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇപ്പോ? ഒന്ന്, ആദ്യം വെസ്റ്റേൺ റോമൻ എംപയർ, അതിന്റെ ക്യാപിറ്റൽ എവിടെയാണ്? റോം ആണ്. ഈ വെസ്റ്റേൺ റോമൻ എംപയർ അത് എങ്ങനെയാണ് തകരുന്നത്? ഇറ്റ് വാസ് കെയിം ടു എൻഡ് ഡ്യൂ ടു ദ കണ്ടിന്യൂസ് ഇൻവാൻഷൻ ഓഫ് ദ ജർമാനിക് ട്രൈബ് അല്ലെ. ജർമാനിക് ഗോത്രവർഗക്കാരുടെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ കാരണം തകരുന്നു? വെസ്റ്റേൺ റോമൻ എംപയർ തകരുന്നു. അപ്പൊ വെസ്റ്റേൺ റോമൻ എംപയറിന്റെ കീഴിലുള്ള എല്ലാ ടെറിറ്ററികളും ആര് കൈക്കടാക്കുന്നു? ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈബ്സ് അല്ലെ, ഗോത്രവർഗക്കാര് കീഴടക്കുന്നു. ദ ടെറിറ്ററീസ് ഓഫ് ദി റോമൻ എംപയർ were captured by the different nomadic tribes. ഓക്കെ, അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പ് ആയിരുന്നു ഫ്രാങ്ക്സ് എന്ന് പറയുന്നത്. എന്താണ്? ഫ്രാങ്ക്സ്. ആ ഫ്രാങ്ക്സ് രൂപീകരിച്ചിട്ടുള്ള ഈ ഫ്രാങ്ക്സ് എന്ന് പറയുന്ന ഗോത്രവർഗം, ട്രൈബൽ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുള്ള, എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് ഏത്? ഫ്രാങ്കിഷ് എംപയർ എന്ന് പറഞ്ഞാൽ. എന്താണ്? ഫ്രാങ്കിഷ് എംപയർ. ഓക്കെ, ദ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഫ്രാങ്ക്സ് വാസ് ദി ഫ്രാങ്കിഷ് എംപയർ. അപ്പോ ആ ഫ്രാങ്കിഷ് എംപയറിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു രാജാവായിരുന്നു, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ആര്? ഷാലമീൻ. ആരാണ്? ഷാലമീൻ. ആ ഷാലമീൻ ഏത് ഡൈനാസ്റ്റിയാണ്? അതായത് ഏത് രാജവംശമാണ്? കരോളിഞ്ചിയൻ ഡൈനാസ്റ്റിയാണ്. ഏതാണ്? കരോളിഞ്ചിയൻ ഡൈനാസ്റ്റിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകൂടി പറയാണ്ട്, ദ എംപയർ ഓഫ് ദ ഷാലമീൻ, ഷാലമീന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത്
വാസ് ലാർജർ ദാൻ ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലെ, അതിന്റെ സാമ്രാജ്യത്തെക്കാളും അതിന്റെ പ്രദേശങ്ങളുടെ അതിന്റെ എത്രയോ വലിയ ഇരട്ടിയായിരുന്നു എന്ത്, ഒരുപാട് വലുതായിരുന്നു ഷാലമീന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഹോളി റോമൻ എംപയറിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനിയും എങ്ങനെയാണ് ഈ ഒരു വെസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ ഷാലമീന്റെ ഫ്രാങ്കിഷ് എംപയർ എങ്ങനെയാണ് ഹോളി റോമൻ എംപയർ ആയത് എന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് കരോലിഞ്ചിയൻ ഡൈനാസ്റ്റി, കരോലിഞ്ചിയ വംശജനായിട്ടുള്ള ഷാലമീൻ, ഫ്രാങ്കിഷ് എംപയർ ആയിട്ടുള്ള ഷാലമീൻ, അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള രാജാവായിരുന്നു. അങ്ങനെ എങ്ങനെയാണ് ഈ ഒരു സാമ്രാജ്യത്തിന് ഫ്രാങ്കിഷ് എംപയറിന് ഹോളി റോമൻ എംപയർ എന്ന് പേര് വന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. ഓക്കെ, ഷാലമീൻ സെർവ്ഡ് പോപ്പ് ലിയോ III. ഷാലമീൻ എന്താ ചെയ്തത്? സെർവ്ഡ് പോപ്പ് ലിയോ III. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു മത നേതാവായിരുന്നു, ക്രിസ്ത്യാനികളുടെ ഒരു മത നേതാവായ ഒരു കത്തോലിക്ക വിഭാഗത്തിന്റെ മത നേതാവായിരുന്നു ആര്? പോപ്പ് ലിയോ III. അദ്ദേഹത്തെ ആര് രക്ഷിച്ചു? ഷാലമീൻ രക്ഷിച്ചു. ഓക്കെ, നമുക്ക് നോക്കാം. ദ സ്പിരിച്വൽ ഹെഡ് ഓഫ് ദി കത്തോലിക് ചർച്ച്. പോപ്പ് ലിയോ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്പിരിച്വൽ ഹെഡ് ഓഫ് ദി കത്തോലിക് ചർച്ച്. അവിടെ ഉണ്ടായിരുന്ന കത്തോലിക്ക സഭയുടെ തലവനായിരുന്നു പോപ്പ് ലിയോ. അദ്ദേഹത്തെ സെർവ്ഡ് ഫ്രം ദി ട്രൈബൽ അറ്റാക്ക് ഓഫ് ദി ലംബാർഡ്സ്. ഓക്കെ, ലംബാർഡ് നാടോടികളായിട്ടുള്ള ഗോത്രവർഗക്കാരായിട്ടുള്ള ലംബാർഡ്സ് എന്ന് പറയുന്ന ഗോത്രവർഗക്കാരുടെ ആക്രമണങ്ങളിൽ നിന്ന് അവിടുത്തെ കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന പോപ്പ് ലിയോ III ആര് രക്ഷിച്ചു? നമ്മുടെ കരോലിഞ്ചിയൻ ഡൈനാസ്റ്റിയിലെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി ഷാലമീൻ രക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനൊരു പ്രത്യുപകരമായിട്ട് ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് അതിനൊരു പ്രത്യുപകാരമായിട്ട് ദ പോപ്പ് ലിയോ III ക്രൗൺഡ് ഹിം ആസ് ദ ഹോളി റോമൻ എംപറർ. അതുകൊണ്ട് പോപ്പ് എന്ത് ചെയ്തു? നമ്മുടെ ഷാലമീനെ ഹോളി റോമൻ എംപറർ എന്ന പരിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് അവിടെ വാഴ്ത്തപ്പെടുന്നു. അങ്ങനെയാണ് ഷാലമീന്റെ സാമ്രാജ്യം എന്തറിയപ്പെടുന്നത്? ഹോളി റോമൻ എംപയർ, പരിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള വെസ്റ്റേൺ റോമൻ എംപയർ എങ്ങനെയാണ് എൻഡ് ആയിട്ടുള്ളത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ കണ്ടിന്യൂസ് ഇൻവാൻഷൻ ഓഫ് ദി ജർമാനിക് ട്രൈബ്സ്. ജർമാനിക് ഗോത്രവർഗക്കാരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻവാൻഷൻ, തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ മൂലം എന്താകുന്നു? തകരുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ് ആയിരുന്നു ഫ്രാങ്ക്സ്. അവർ രൂപീകരിച്ചിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയിട്ടുള്ള ഒരു എംപയർ ആണ് ഇത് ഫ്രാങ്കിഷ് എംപയർ. ആ ഫ്രാങ്കിഷ് എംപയറിലെ പ്രശസ്തനായിട്ടുള്ള ഫേമസ് എംപററാണ്, ചക്രവർത്തിയാണ് ആര്? ഷാലമീൻ എന്ന് പറയുന്നത് കരോളിഞ്ചിയൻ ഡൈനാസ്റ്റിയിൽപ്പെട്ട ആളാണ്. കരോളിഞ്ചിയൻ രാജവംശജനായിരുന്നു ആര്? ഷാലമീൻ. അദ്ദേഹം ഒരു ഫേമസ് എംപറർ ആയിരുന്നു. ഈ ഒരു ഫ്രാങ്കിഷ് എംപയറിനെ എടുത്ത് അവരുടെ ടെറിട്ടറി എന്ന് പറയുന്നത്, അവരുടെ പ്രദേശം എന്ന് പറയുന്നത് ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിനെക്കാട്ടിയും വളരെ കൂടുതലായിരുന്നു. അത്രയും വലിയ സാമ്രാജ്യമായിരുന്നു ഫ്രാങ്കിഷ് എംപയർ. അങ്ങനെ നമ്മുടെ ഷാലമീന് അവിടുത്തെ കത്തോലിക്ക സഭയുടെ നേതാവായിരുന്ന പോപ്പ് ലിയോ III അവിടുത്തെ നൊമാഡിക് ട്രൈബുകൾ, അതായത് അവിടുത്തെ ഒരു ലൊംബാർഡ്സ് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ് ഈ പോപ്പ് ലിയോനെ ആക്രമിക്കാൻ വന്നപ്പോൾ ഈ ഷാലമീൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ രക്ഷിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തെ രക്ഷിച്ചതിന് ഒരു പ്രത്യുപകരമായിട്ട് ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ദ പോപ്പ് ലിയോ III ക്രൗൺഡ് ദി ഷാലമീൻ ആസ് ദ ഹോളി റോമൻ എംപറർ. അങ്ങനെ പോപ്പ് ലിയോ III ഷാലമീനെ എന്തായിട്ട് വാഴ്ത്തുന്നു? പരിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് വാഴ്ത്തുന്നു. അപ്പൊ ഷാലമീന്റെ ഈ ഒരു സാമ്രാജ്യം എങ്ങനെ അറിയപ്പെട്ടു? പിന്നീട് ഹോളി റോമൻ എംപയർ എന്ന പേരിൽ അറിയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അച്ചീവ്മെന്റ് ഓഫ് ദി ഹോളി റോമൻ എംപയർ അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ഓഫ് ദി
നമ്മുടെ ഷാലമീൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് അച്ചീവ്മെന്റ്സ് ഓഫ് ഷാലമീൻ ചക്രവർത്തിയുടെ അച്ചീവ്മെന്റ്സ് ആണ്. അദ്ദേഹം എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ഭരണകാര്യങ്ങളിൽ അദ്ദേഹം എന്തൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഹി വാസ് ദ ഗ്രേറ്റ് കോങ്കറർ ആസ് വെൽ ആസ് ആൻ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രേറ്റ് കോങ്കറർ ആയിരുന്നു. കോങ്കറർ എന്ന് പറഞ്ഞാല് മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുന്നതിൽ സമർത്ഥനായിരുന്നു ആര്? ഷാലമീൻ. ഓക്കെ, ഹി വാസ് എ ഗ്രേറ്റ് കോങ്കറർ ആൻഡ് ആസ് വെൽ ആസ് ആൻ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ. അത് മാത്രമല്ല അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയായിരുന്നു. എന്തിനായിരുന്നു ഭരണാധികാരി? ദ ബെസ്റ്റ് ഓർ ദ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ. ഭരണകാര്യങ്ങളെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം എഫിഷ്യന്റ് ആയിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ പറയുന്നു ഹി ബ്രോട്ട് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻ. അദ്ദേഹം നമ്മൾ പറഞ്ഞു ഹി വാസ് എ ഗ്രേറ്റ് കോങ്കറർ. അദ്ദേഹം വലിയ ഒരു മറ്റുള്ള രാജ്യങ്ങളെ പിടിച്ചടക്കുന്നതിൽ വലിയ സമർത്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻ യൂറോപ്പിന്റെ വെസ്റ്റ് ഭാഗത്തുള്ള ഒരുവിധ പ്രദേശങ്ങളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈകൾക്കുള്ളിലാക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനുശേഷം ഹി എക്സ്പാൻഡഡ് ഹിസ് എംപയർ ത്രൂ പൊളിറ്റിക്കൽ അലയൻസസ്. ഓക്കെ, അതിനുശേഷം അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വർദ്ധിപ്പിച്ചത് എക്സ്പാൻഡ് ചെയ്തത് എങ്ങനെയാണ്? ത്രൂ പൊളിറ്റിക്കൽ അലയൻസ്, രാഷ്ട്രീയപരമായിട്ടുള്ള സഖ്യം ചേർന്നുകൊണ്ടും അതുപോലെ ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ് മാട്രിമോണിയൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കല്യാണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ വിവാഹ റിലേഷൻ പോലെ. കാരണം അദ്ദേഹം കല്യാണം കഴിക്കും, അവിടെയുള്ള ആ പെണ്ണിന്റെ സാമ്രാജ്യമൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലാവും. അങ്ങനെയുള്ള ഒരു മാട്രിമോണിയൽ റിലേഷനും വഴിയാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യങ്ങൾ വളർത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ സാമ്രാജ്യം അദ്ദേഹം എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തത്? ത്രൂ പൊളിറ്റിക്കൽ അലയൻസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ്. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യങ്ങൾ വികസിപ്പിച്ച് എടുത്തത്. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്ന് പറഞ്ഞാല് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ആര്? ഷാലമീൻ. ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഒരു കേന്ദ്രീകൃത അഡ്മിനിസ്ട്രേഷൻ ഭരണ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ആര്? ഷാലമീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹിസ് എംപയർ. ഓക്കെ, അത് പിന്നെ നോക്കൂ. അതിനുശേഷം ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പ്രാദേശികപരമായിട്ടുള്ള ഭരണകാര്യങ്ങളൊക്കെ വാസ് എൻട്രസ്റ്റഡ് ഏൽപ്പിക്കുകയുണ്ടായി. ആർക്ക്? ടു ഓഫീസേഴ്സ് നോൺ ആസ് കൗണ്ട്. ഓക്കെ, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൗണ്ടുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഓഫീസേഴ്സിന്, ഒരു വിഭാഗം തൊഴിലാളികൾക്ക് കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ഓഫീസേഴ്സിന് അദ്ദേഹം ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ചുമതല നൽകുകയുണ്ടായി. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രാദേശിക തലത്തിലുള്ള ഭരണകാര്യങ്ങളൊക്കെ ആർക്കാണ് നൽകിയത്? കൗണ്ടുകൾ എന്ന് പറയപ്പെടുന്ന കൗണ്ട്സ് എന്ന് പറയപ്പെടുന്ന ഒരു ഓഫീസേഴ്സിനാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് മാത്രമല്ല അദ്ദേഹത്തിന് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ to keep an effective check upon the activities of the counts. അപ്പൊ ഈ കൗണ്ടുകള് ഈ ഓഫീസേഴ്സ് ആയിട്ടുള്ള കൗണ്ടുകള് അവര് കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും വേണ്ടി ഹി ക്രിയേറ്റഡ് എ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹം ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു രഹസ്യ വിഭാഗത്തെ അദ്ദേഹം ചുമതലപ്പെടുത്തിയിരുന്നു. എന്തിനു വേണ്ടി? ടു ചെക്ക് അപ്പോൺ ദി കൗണ്ട്സ്, കൗണ്ടുകളെ ചെക്ക് ചെയ്യാൻ. അതായത് കൗണ്ട് എന്ന് പറയുന്ന ജോലിക്കാരെ, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ നൽകിയിട്ടുള്ള കൗണ്ടുകളെ രഹസ്യമായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം ചുമതലപ്പെടുത്തിയിരുന്നു. ആ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് മിസ്സി ഡൊമിനിസി. മിസ്സി ഡൊമിനിസി എന്ന് അറിയപ്പെടുന്നത്. മിസ്സി ഡൊമിനിസി.
ഓക്കെ, അപ്പൊ എത്രയാണ് എന്ത് ഇനിയും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഓഫ് ഷാലമീന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു ഗ്രേറ്റ് കോങ്കറർ ആയിരുന്നു. അദ്ദേഹം മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുന്നതിൽ വളരെ സമർത്ഥനായിട്ടുള്ള ഒരു രാജാവ്, ചക്രവർത്തി ആയിരുന്നു ഷാലമീൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്ററും കൂടിയാണ്, ഒരു ഭരണ കർത്താവും കൂടിയാണ് ആര്, നമ്മുടെ ഷാലമീൻ. അപ്പൊ ഈ ഷാലമീന്റെ ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റീജിയൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെയിൻ, രാജ്യം എംപയർ, അദ്ദേഹത്തിന്റെ സാമ്രാജ്യം എന്താക്കി, ഏകദേശം അദ്ദേഹം വലുതാക്കിയിട്ടുണ്ട്. വെസ്റ്റേൺ യൂറോപ്പിന്റെ റീജിയനിലെ ഒക്കെ പല ഭാഗങ്ങളും അദ്ദേഹം പിടിച്ചടക്കുന്നു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വലുതാക്കിയത്, എക്സ്പാൻഡ് ചെയ്തത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് വാസ് ദി എന്താണ്, പൊളിറ്റിക്കൽ അലയൻസ് അല്ലെ, രാഷ്ട്രീയപരമായിട്ട് സഖ്യം ചേർന്ന് അല്ലെ, സൗഹൃദ സഖ്യങ്ങളൊക്കെ ചേർന്ന് സാമ്രാജ്യം വലുതാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് പറയുന്ന മാട്രിമോണിയൽ റിലേഷൻ അല്ലെ, കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെയും അദ്ദേഹം എന്താക്കിയിട്ടുണ്ട്, സാമ്രാജ്യം വളർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു ഹി വാസ് ദ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നതാണ് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു, ഒരു കേന്ദ്രീകൃത. അദ്ദേഹമാണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയാണ് ഏറ്റവും ടോപ്പ്. അല്ലെങ്കിൽ ചക്രവർത്തിയെ ഷാലമീനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ പരിഷ്കരണങ്ങളാണ് നടത്തിയിട്ടുണ്ടായത്. അതാണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ആർക്ക് നൽകി, ഒരു ഓഫീസേഴ്സ് ആയിട്ടുള്ള കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ചില ഓഫീസേഴ്സിന് നൽകുകയും ഒരു വിഭാഗം ആളുകൾക്ക് നൽകുകയും, ആ ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ നൽകിയിട്ടുള്ള ഓഫീസേഴ്സിന് പറയുന്ന പേരാണെന്ത്, കൗണ്ടുകൾ. എന്താണ്, കൗണ്ട്സ്. ഓക്കെ, ആ കൗണ്ട്സ് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും വേണ്ടി ഷാലമീൻ ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെന്റിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് മിസ്സി ഡൊമിനിസി എന്ന് അറിയപ്പെടുന്നത്. എന്താണ് മിസ്സി ഡൊമിനിസി? അപ്പൊ ഇനി കുറച്ചും കൂടി കരോളിഞ്ചിയൻ ഡൈനാസ്റ്റിയിലെ ഷാലമീന്റെ അച്ചീവ്മെന്റ്സ് കുറച്ചും കൂടി പറയാനുണ്ട്. ഒന്ന് പറയുന്നത് റിലീഫ് ഫണ്ട്സ് വേർ ക്രിയേറ്റഡ് ഫോർ ഹെൽപ്പിംഗ് പുവേഴ്സ്. സാധുജനങ്ങൾക്ക് വേണ്ടിയുള്ള ദുരിതാശ നിധികൾ അല്ലെങ്കിൽ സാധുജനങ്ങളെ സഹായിക്കാനും വേണ്ടിയുള്ള റിലീഫ് ഫണ്ടുകൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഷാലമീൻ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ആ സാമ്രാജ്യത്തിലെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തില് എന്തുണ്ടായി, ഒരു ഇന്റലക്ച്വൽ അവേക്കണിങ് ഉണ്ടായി. ഇന്റലക്ച്വൽ അവേക്കണിങ് എന്ന് പറഞ്ഞാല് എന്താണ്, ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു വൈജ്ഞാനികപരമായിട്ടുള്ള പുനരുദ്ധാരണം ഉണ്ടാകുകയാണ്. അവിടെ കരോളിഞ്ചിയൻ നമ്മുടെ ഫ്രാങ്കിഷ് എംപയറിൽ അല്ലെങ്കിൽ ഹോളി റോമൻ എംപയറിൽ എന്തുണ്ടാകുന്നു, ഷാലമീൻ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസം നേടുന്നു. ഇന്റലക്ച്വൽ ആയിട്ട് വിദ്യാഭ്യാസം നേടി നമുക്ക് ഇന്റലക്ച്വൽ പവർ കൂടുകയാണ് ചെയ്യുക. അങ്ങനെ വൈജ്ഞാനിക ബോധം വന്നതോടുകൂടി അവിടെ ഒരു പുത്തൻ ഇന്റലക്ച്വൽ അവേക്കണിങ്, ഒരു വൈജ്ഞാനിക ഉണർവ് ഉണ്ടാവുകയാണ്. ഓക്കെ, റിസൾട്ടന്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത് കൊണ്ട് അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു, ഇന്റലക്ച്വൽ അവേക്കണിങ്, ഒരു വൈജ്ഞാനികപരമായിട്ടുള്ള എന്തുണ്ടാകുന്നു, ഒരു ഉണർവ് അവിടെ ഉണ്ടാകുന്നു. ദാറ്റ് വാസ് നോൺ ആസ് ദ കരോളിഞ്ചിയൻ റിനൈസൻസ്. അതിനെയാണ് എന്ത് പറയുന്നത്, കരോളിഞ്ചിയൻ റിനൈസൻസ് എന്ന് പറയുന്നത്, കരോളിഞ്ചിയൻ നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ഈസ് കരോളിഞ്ചിയൻ റിനൈസൻസ്? കരോളിഞ്ചിയൻ റിനൈസൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഷാലമീൻ അല്ല, ഫ്രാങ്കിഷ് എംപയർ ആയിട്ടുള്ള ഹോളി റോമൻ എംപയർ ആയിട്ടുള്ള ഷാലമീൻ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തില് ഒരുപാട് നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്നു. ആ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫലമായിട്ട് റിസൾട്ടന്റ് അല്ലെ, അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു, ഇന്റലക്ച്വൽ അവേക്കണിങ് ഉണ്ടാകുന്നു. ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ഉണർവ് ആളുകളിൽ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഇന്റലക്ച്വൽ അവേക്കണിങ്ങിനെയാണ് എന്ത് പറയുന്നത്, കരോളിഞ്ചിയൻ റിനൈസൻസ് എന്ന് പറയുന്നത്, കരോളിഞ്ചിയൻ നവോത്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി പറയുന്നത്
എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഷാലമീന്റെ ഈ ഒരു വലിയ സാമ്രാജ്യം തകരുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഡെത്ത് ഓഫ് ഷാലമീൻ. ഷാലമീന്റെ മരണശേഷം എന്താവുന്നു? അദ്ദേഹത്തിന്റെ ഈ ഒരു സാമ്രാജ്യം തകർന്നു പോവുകയാണ് ഉണ്ടായത്. With the death of Charlemagne, the Frankish Empire, the Holy Roman Empire was divided and gradually collapsed. അല്ലേ? അത് പിന്നെ ശിഥീകരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ അത് നശിച്ചു പോവുകയാണ് എന്ത് ഈ ഒരു നമ്മുടെ ഷാലമീന്റെ ഈ ഒരു സാമ്രാജ്യം. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞിട്ടുള്ള ഹോളി റോമൻ എംപയർ, ആ ഹോളി റോമൻ എംപയറിനെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, അപ്പൊ ഹോളി റോമൻ എംപയർ നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് ഒന്നും കൂടി പരിശോധിക്കാൻ പറ്റും. ഹോളി റോമൻ എംപയർ അതിന്റെ ക്യാപിറ്റൽ എവിടെയാണ്? നമുക്കറിയാം പണ്ടത്തെ വെസ്റ്റേൺ റോമൻ എംപയർ, അതിന്റെ ക്യാപിറ്റൽ റോമാണ്. ആ റോമായിട്ട് ഭരിച്ചിരുന്ന വെസ്റ്റേൺ റോമൻ എംപയർ എന്താകുന്നു? അതിനെ ചില ജർമാനിക് ട്രൈബ്സ് അത് അറ്റാക്ക് ചെയ്ത് വെസ്റ്റേൺ റോമൻ എംപയർ എന്താകുന്നു? കൊളാപ്സ്ഡ് ആകുന്നു. ആ വെസ്റ്റേൺ റോമൻ എംപയർ ആക്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ആര്? ഫ്രാങ്ക്സ് എന്ന് പറയുന്നത്. ആ ഫ്രാങ്ക്സിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ആര്? ഷാലമീൻ. അങ്ങനെ ഷാലമീൻ നിർമ്മിച്ചിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയിട്ടുള്ള ഒരു എംപയർ ആണ്, ഒരു സാമ്രാജ്യമാണ് ഏത്? ഫ്രാങ്കിഷ് എംപയർ. എന്താണ്? ഫ്രാങ്കിഷ് എംപയർ. അപ്പോൾ എങ്ങനെയാണ് ഫ്രാങ്കിഷ് എംപയറിന് ഹോളി റോമൻ എംപയർ എന്ന പേര് കിട്ടിയത്? ഓക്കെ, ഹൗ ദ നെയിം ഗെറ്റ്സ് ടു ദി ഫ്രാങ്കിഷ് എംപയർ? എങ്ങനെയാണ് ആ പേര് ഹോളി റോമൻ എംപയർ എന്ന് പറയുന്ന പേര് നമ്മുടെ ഫ്രാങ്കിഷ് എംപയറിന് കിട്ടിയത്? അത് നമുക്കറിയാം അല്ലേ? അവിടുത്തെ ക്രിസ്ത്യൻ കത്തോലിക് സഭയുടെ നേതാവായിരുന്ന സ്പിരിച്വൽ ഹെഡ് ആയിരുന്ന പോപ്പ് ലിയോ തേർഡിനെ ആര് രക്ഷിക്കുന്നു? ഷാലമീൻ രക്ഷിക്കുന്നു അല്ലെ? അവിടുത്തെ ലൊംബാർഡ്സ് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ് പോപ്പ് ലിയോ തേർഡിനെ ആക്രമിക്കുകയാണ്, അറ്റാക്ക് ചെയ്യുകയാണ്. അതിൽ നിന്ന് ഷാലമീൻ അദ്ദേഹത്തെ സെർവ് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം ഒരു പ്രത്യുപകരമായിട്ട് ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അദ്ദേഹം എന്ത് നൽകുന്നു? നമ്മുടെ ഷാലമീൻ ചക്രവർത്തിയെ അദ്ദേഹം എന്താക്കി? ഒരു പരിശുദ്ധ ചക്രവർത്തിയായിട്ട്, ഹോളി റോമൻ എംപയർ ആയിട്ട്, അല്ലെങ്കിൽ ഹോളി റോമൻ എംപയർ ആയിട്ട് അദ്ദേഹം ഷാലമീനെ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഷാലമീന്റെ ഫ്രാങ്കിഷ് എംപയർ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഹോളി റോമൻ എംപയർ എന്ന പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സ് ആണ്. അദ്ദേഹം നല്ലൊരു കോൺഗ്രർ ആയിരുന്നു അല്ലെ? മറ്റുള്ള രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നതിൽ അദ്ദേഹം സമർത്ഥനായിരുന്നു. അതുപോലെ അദ്ദേഹം ഒരു എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, നല്ലൊരു ഭരണാധികാരിയായിരുന്നു, നല്ലൊരു ഭരണ പരിഷ്കരണങ്ങൾ നടത്തുന്ന ആളായിരുന്നു ആര്? ഷാലമീൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ റീജിയൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം എംപയർ വികസിപ്പിച്ചത്, എക്സ്പാൻഡ് ചെയ്തത് എങ്ങനെയാണ്? ഒന്ന് പൊളിറ്റിക്കൽ അലയൻസ് ആണ്, രാഷ്ട്രീയ സഖ്യങ്ങൾ ചേർന്ന് കണ്ടാണ്. മറ്റൊന്ന് മാട്രിമോണിയൽ റിലേഷൻ അല്ലെ? വൈവാഹികമായിട്ട് അല്ലെങ്കിൽ വിവാഹികമായിട്ടുള്ള റിലേഷന് സൗകര്യത്തോടൊക്കെ റിലേഷൻ മുഖേനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്? ആ ഒരു സാമ്രാജ്യം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം അദ്ദേഹം ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. ആ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് അദ്ദേഹം ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പ്രാദേശിക തരത്തിലുള്ള ഭരണകാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി കൗൺസ് എന്ന് പറയുന്ന ചില ഓഫീസേഴ്സിനെ നിയമിക്കുകയുണ്ടായി. അപ്പൊ ഈ കൗൺസ് അവരുടെ വർക്കുകൾ, അവരുടെ ആക്ടിവിറ്റികളൊക്കെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനും വേണ്ടി അദ്ദേഹം ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെന്റിനെ ഉണ്ടാക്കുന്നു. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് മിസി ഡൊമിനിസി എന്ന് പറയുന്നത്. എന്താണ്? മിസി ഡൊമിനിസി. അങ്ങനെ അദ്ദേഹം സാധു ജനങ്ങൾക്ക്, പുവർ പീപ്പിളിനൊക്കെ വേണ്ടി റിലീഫ് ഫണ്ടുകളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ കൊണ്ടുവന്നത് കൊണ്ട് അവിടെ ഒരു ഇന്റലക്ച്വൽ അവൈക്കനിങ് അല്ലെ? ഒരു എല്ലാവരും വിദ്യാഭ്യാസം നേടുന്നു, പുരോഗതി നേടുന്നു. അങ്ങനെയുള്ള ആ ഒരു ഉണർവ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്വത്തിൽ വരുന്നു. അതിനെയാണ് വിളിക്കുന്നത്? കരോളിഞ്ചിയൻ റിനൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇത്രയും പറയുന്നത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തകരുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് കറോലിൻജിയൻ. ഓക്കെ, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഷാലമീൻ. ഷാലമീൻ മരിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ഈ ഒരു സാമ്രാജ്യം അവസാനിക്കുകയാണ്, ഇത് തകർന്നു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്.